വെറൈറ്റി മെറ്റീരിയൽ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ആ മെറ്റീരിയൽ. നമുക്കൊരു 120 ഡിഗ്രി വരെ നമുക്ക് ഇതൊന്ന് ബെൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മുടെ ഗ്രാനൈറ്റിൽ തന്നെ സെയിം ഹാർഡ്നെസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫ്ലോർ ചെയ്യാം. ഫ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റോൺ വെനീർ ആണ് ഇത്. 1 mm തിക്നെസ്സിൽ നമ്മൾ ഫൈബർ ഷീറ്റിൽ സ്റ്റോണിന്റെ ലെയർ കോപ്പി ചെയ്ത് വരുന്നതാണ്. ഇത് ലൈം സ്റ്റോൺ ആണ്. ജയ്സാൽമറിൽ നമ്മൾ എൻഗ്രേവിംഗ് ചെയ്തെടുക്കുന്നതാണ്. ഇത് മൗണ്ടൻ വേവ്സ് എന്ന് പറയും. മൗണ്ടൻ വേവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസൈനർ പേരിലാണ് നമ്മൾ ഗ്രൂവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഫ്ലൂട്ടഡ് ആ ഒരു ടൈപ്പിൽ വരുന്നു അല്ലേ? നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ച് ആ ഒരു കോമ്പിനേഷനിൽ റിയൽ സ്റ്റോണിലേക്ക്. ഇത് കണ്ടാൽ നമ്മൾ ശരിക്കും ഒരു മരമാണെന്ന് വിചാരിക്കും, പക്ഷെ മരമല്ല, ഇത് സാൻഡ്സ്റ്റോൺ തന്നെയാണ്. സാൻഡ്സ്റ്റോണിൽ തന്നെയാണ് ഇത് എൻഗ്രേവിംഗ് ചെയ്തിരിക്കുന്നത്. അതില് CNC വർക്ക് ചെയ്തിട്ട് ബുദ്ധയുടെ ഒക്കെ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലേ? ഇതിന്റെ നമുക്ക് സൈസസ് പല സൈസസിൽ കിട്ടും. നമുക്ക് അത്രമാത്രം വർക്കുകൾ ചെയ്തിരിക്കുന്നു നോക്കിയേ. ഇതിനകത്ത് നമുക്ക് പല പല സൈസസ് അവൈലബിൾ ആണ്. ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോണിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് സ്റ്റോണിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതായത് ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, സാൻഡ്സ്റ്റോൺ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്. നമസ്കാരം. ആരും കാണാത്ത, അത്ര പെട്ടെന്ന് നമുക്ക് എവിടെയും കിട്ടാത്ത വെറൈറ്റി നാച്ചുറൽ സ്റ്റോണുകൾ തേടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പി സ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. എറണാകുളത്ത് എടപ്പള്ളിയാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് കിട്ടുന്ന സ്ഥാപനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്ത പല പ്രൊഡക്റ്റുകളും എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒന്ന് സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തും. നമ്മുടെ ഷോറൂം വരുന്നത് എടപ്പള്ളി ബൈപ്പാസിൽ നിയർ നമ്മുടെ ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓഫീസ് ഉണ്ട്. ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. എടപ്പള്ളി ബൈപ്പാസിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം പി സ്റ്റോൺ ഗാലറി എന്ന് പറയുന്നത്. ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റോണിന്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് സ്റ്റോണിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതായത് ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, സാൻഡ് സ്റ്റോൺ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, പല പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ക്ലാവർസ്റ്റൈൻ ഉണ്ട്, ക്വാഡ്സ് ഉണ്ട്, ഒനിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസൺസ് വരുന്നുണ്ട്. സ്റ്റോണിന്റെ തന്നെ വാഷ് ബേസൺസ്, പെബിൾസ്, പിന്നെ അതേപോലെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് നമ്മുടെ ഷോപ്പിലുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വൺ ടൈം ഷോപ്പ് മൊത്തമായിട്ടൊന്ന് കണ്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. നമ്മൾ കാണാത്ത പുതിയ ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പെബിൾസിനൊക്കെ എന്ത് വില വരുന്നുണ്ട്? പെബിൾസ് നമുക്ക് സ്റ്റാർട്ടിങ് 45 രൂപ തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ട്. അതായത് കിലോക്കാണ് റേറ്റ് വരുന്നത്. കിലോ 45 രൂപ തുടങ്ങി. അതും പല സൈസസിൽ നമുക്ക് കിട്ടും. കോട്ടിയാട്, പിന്നെ എക്സ്റ്റീരിയർ, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെബിൾസ് ആണ്. പല സൈസസിലുണ്ട്, പല കളേഴ്സ് ഉണ്ട്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. നമുക്ക് കളർ മാറുന്നതിനനുസരിച്ച് ഫിനിഷിലും മാറ്റം വരും. ചെറിയ ചെറിയ ഗ്ലോസി ഫിനിഷ് ഉണ്ട്, പിന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട്. മാറ്റ് ഫിനിഷ് ഒക്കെ കൂടുതൽ നമുക്ക് ഒരു ഇന്റീരിയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യാം. ഇത് നമുക്ക് ഗ്ലോസി, അതായത് കളേർഡ് ആയിട്ട് വരുന്നതാണ്. മൾട്ടി കളറിൽ വരുന്നുണ്ട്. നമ്മുടെ ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന പല കളറിലും പെബിൾസുകളുണ്ട്. ശരിക്കും എത്ര വെറൈറ്റി പെബിൾസ് ഉണ്ട് ഇവിടെ? നമുക്ക് എങ്ങനെ പോയാലും ഒരു 20-25 പരം നമുക്ക് വെറൈറ്റി, അതായത് കളേഴ്സ് മാത്രമുണ്ട് അല്ലേ? അപ്പൊ ഈ സ്റ്റോണുകളൊക്കെ നമുക്ക് സ്റ്റോണുകൾ കിട്ടുന്ന ടൈല് കടയിലൊക്കെ സ്റ്റോണുകൾ കിട്ടും. നിങ്ങൾ തന്നെ ടൈല് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ടൈൽ ഷോപ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൊണ്ട് പ്രേക്ഷകരുടെ നല്ല അപ്രിസിയേഷൻ കിട്ടിയ ഒരു. തീർച്ചയായിട്ടും. അതെ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമുക്ക് ഒത്തിരി നല്ല നല്ല കസ്റ്റമേഴ്സ്, അതായത് ഒത്തിരി ലോങ്ങിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കളക്ഷൻസിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ വിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രേക്ഷകർ അവർ ഇതുവരെ കാണാത്ത എന്ത് പ്രൊഡക്റ്റ് കാണാത്ത നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. MCM ഫോമി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നേരിട്ട് കാണാം. അപ്പോൾ നമ്മൾ വെറൈറ്റി മെറ്റീരിയൽ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ആ മെറ്റീരിയൽ. MCM ഫോമി എന്നാണ് ഈ മെറ്റീരിയൽ നമ്മൾ പറയുന്നത്. ഇത് സ്റ്റോൺ ആണോ? നാച്ചുറൽ സ്റ്റോൺ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് ക്ലേയും പോളിമർ കണ്ടന്റും ഫൈബർ കണ്ടന്റും അടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റാണ് ഇത്. ക്ലേയും ഫൈബർ കണ്ടന്റ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഷീറ്റാണ്. നോർമൽ സ്റ്റോണിനേക്കാളും ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. അതായത് സ്റ്റോൺ നമ്മൾ സീലറൊക്കെ അടിച്ച് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ആ ഒരു പ്രശ്നമില്ല. ഇതിന്റെ തിക്നെസ് വരുമ്പോൾ ഒരു 2.5 mm തിക്നെസ് ആണ്. തിക്നെസ് വളരെ കുറവാണ്. 2 mm 2.5 mm തിക്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 120 ഡിഗ്രി വരെ നമുക്ക് ഇതൊന്ന് ബെൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. സ്റ്റോൺ നമുക്ക് അങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് വേറെ സൈഡിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ പറയാമോ? ഇതിന്റെ പേരെന്താണ്? MCM ഫോമി എന്നാണ് ഇതിന്റെ പേര്. MCM ഫോമി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേരാണ്. ഫോമി എന്നാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ പറയുന്നത്. അതായത് നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ അടുത്ത് മാത്രം ഇപ്പോൾ മെറ്റീരിയൽ അവൈലബിൾ. അതെ. ഇതിന്റെ വെറൈറ്റികളൊക്കെ ഒന്ന് കാണിക്കാം. തീർച്ചയായിട്ടും. സൈസ് ഏത് സൈസിലാണ് വരുന്നത്? സൈസ് നമുക്ക് 4x2 സൈസ് ആണ് വരുന്നത്. 4x2 സൈസിൽ വലിയ ഷീറ്റ് ആയിട്ടാണ്. പല കളേഴ്സ്. നമുക്കിത് പെയിന്റബിൾ ആണ് കേട്ടോ. നമുക്കിത് 1-2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബീഡിംഗ് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബീഡിംഗ് ആണ് വരിക അല്ലേ? എപ്പോക്സി അല്ല, അതിന് ബീഡിംഗ് ആണ്. എപ്പോക്സി അല്ല, ബീഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ നിൽക്കും. നമുക്ക് അതിന്റെ കളേഴ്സ് ഒക്കെ നോക്കാം. ടാവറ്റൈൻ കളർ ഉണ്ട്, സ്ലേറ്റ് ഉണ്ട്, ബേജ് കളറ്. നാച്ചുറൽ സ്റ്റോണിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് കോസ്റ്റ് കൂടുതലാണോ? കോസ്റ്റ് കുറച്ച് കൂടുതലാണ് ഇതിന്, പക്ഷെ നമുക്ക് മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ അത് ഫയർ റെസിസ്റ്റന്റ് ആണ്, പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. എക്സ്റ്റീരിയർ സൈഡിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. എക്സ്റ്റീരിയർ ഇന്റീരിയർ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സീലിംഗിൽ യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാം. അപ്പൊ ഇതിന് സ്പെഷ്യൽ ആയിട്ട് ഗമ്മും കൂടി ഉണ്ട്. ഇവരുടെ തന്നെ MCM എന്ന് പറഞ്ഞ ഗമ്മുണ്ട്, ലാറ്റക്സ് ഉൾപ്പെട്ട ഗമ്മാണ്. അതിനും കുറച്ച് റേറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ ആ ഗമ്മ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലെയേഴ്സും അവൈലബിൾ ആണ്. അതായത് നമുക്ക് മേസൺ പണിക്കാരെ നമ്മൾ തന്നെ കൊടുക്കും. ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള പണിക്കാർ വേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആ ജോയിന്റ് വാട്ടർ ലെവൽ നോക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ ഒരു ടൈൽ വർക്കേഴ്സിന് ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ അപ്പൊ അറിയില്ല നമുക്ക്, പക്ഷെ പല സൈറ്റിലും നമുക്കത് അനുഭവമുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നേരെ ഇങ്ങോട്ട് വരാം. ഇതിന്റെ തന്നെ മിക്സ് മാച്ച് കളർ വരുന്നത് അല്ലേ? ഓക്കെ, ഇതിലേക്കൊക്കെ വരുമ്പോൾ സെയിം മെറ്റീരിയൽ, സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. സെയിം പ്രൊഡക്റ്റ് തന്നെ. എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാം, ഇന്റീരിയർ യൂസ് ചെയ്യാം. ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു റസ്റ്റിക് ഫീൽ ആണ് വരുന്നത്. ഇതിന്റെ വരുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ് കുറച്ച് കൂടുതലാണ്, ഒരു 5 to 6 mm. ഇവിടെ തിക്നെസ് കുറച്ച് കൂടുതലാണ് ഇതിന്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ക്ലേ പോലെ തന്നെ നമുക്ക് വരുന്ന മെറ്റീരിയലാണ്. ഇതും നമുക്ക് 2.5 mm തിക്നെസ് ആണ് ഇതിന്റെയും വരുന്നത്. ഇതും നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. 120 ഡിഗ്രി വരെ ഇതും നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. ഇതും നമുക്ക് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. സാധാരണ ക്ലേ പ്രൊഡക്റ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരിക്കും, ഇത് നാച്ചുറൽ അല്ല, ഫിനിഷ് ആയിരിക്കും. നമുക്ക് ചെറിയ ചെറിയ പീസസ് ആണ്. ഇതിന്റെ സൈസ് വരുന്നത് ഒരു 2.5 ഇഞ്ച് ബൈ ഒരു 9 ഇഞ്ച്. അതാണ് ഇതൊരു സൈസ് വരുന്നത്. ഇതിന്റെ വേറെ വെറൈറ്റികൾ വേറെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് ആണ്, ഇറ്റിമി എന്ന് പറഞ്ഞിട്ട് MCMന്റെ തന്നെ ഫോമി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇറ്റിമി എന്നാണ് ഇതിന് പറയുന്നത്. ഇതും നമുക്ക് സൈസ് വരുമ്പോൾ 4x2 സൈസ് അവൈലബിൾ ആണ്, 6x2 സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റീരിയർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റില്ല. വീടിനകത്ത് വെക്കുന്നതാണ്. കളർ മാറ്റം വരുന്നുണ്ട്. അതെ, കളർ ഡിഫറൻസ് നമുക്ക് കിട്ടും. കളർ നമുക്ക് പല കളേഴ്സിൽ കിട്ടും. ഭംഗിയാണെന്ന് നോക്കിയാൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. പക്ഷേ നാച്ചുറൽ പ്രൊഡക്റ്റും പറയാൻ പറ്റില്ല അല്ലേ? അതെ, ക്ലേന്റെ കൂടെ പോളിമർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. വരുന്ന കാർവിംഗ് വർക്ക്സ് അല്ലെങ്കിൽ കൊത്തുപണികളൊക്കെ നോക്കിയാൽ ഒത്തിരി നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. കുറെ കൂടെ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈല് വീടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറെ അധികം മോഡലുകൾ, ഒത്തിരി ഡിസൈൻസ്. ഇതിനുള്ള ആ ഡിസൈൻ തന്നെ കണ്ടോ, ഒരു വേവ് ഡിസൈൻ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, നമ്മുടെ പണ്ടത്തെ ഒരു പായ നെയ്തെടുത്ത പോലത്തെ ഒരു ഫിനിഷിംഗ് ഒക്കെയാണ് അതിന്റെ ഒരു. ഇതിന്റെ കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്. നമുക്ക് കാറ്റലോഗ് നമ്മൾ കാണിച്ചു തരാം. പല ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ചെയ്തേക്കുന്ന കണ്ടോ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ആണ്. നമുക്ക് സോഫ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ തന്നെ പ്രയർ യൂണിറ്റ്, പിന്നെ നമ്മുടെ TV ബാക്ക്ഗ്രൗണ്ട് വേണ്ട, അതെ, ടെക്സ്ചർ പെയിന്റ് വേണ്ട. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെപ്ത് കിട്ടും, നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കുന്നത് പീസ്റ്റോൺ ഗാലറി എന്ന് പറയുന്ന ഷോപ്പിലാണ്, എടപ്പള്ളി ഷോപ്പിൽ. വേറെ ഷോപ്പുകളിലൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. തിക്നെസ് വളരെ കുറവാണ്. സൈസ് 4.2, 6.2 സൈസിൽ നമുക്ക് അവൈലബിൾ. പ്രൈസ് ഏകദേശം എന്ത് വരും? പ്രൈസ് നമുക്ക് ഇത് വരുമ്പോൾ ഒരു 580 ഒരു റേറ്റ് ആണ്. പക്ഷെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും.
ഇത് നമ്മൾ സാൻഡ് സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാൻഡ് സ്റ്റോൺ ഇതിന്റെ വരുമ്പോൾ തിക്നെസ് വരുമ്പോൾ 25 to 50 mm തിക്നെസ് ഉണ്ടാവും. അത് നമ്മുടെ ഈ വേവ്സ് ഇത് കണ്ടോ, ഇതൊക്കെ അതിന്റെ ആ ഒരു തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു തിക്നെസ് പറയുന്നത്. പേര് പറയുന്നത് ഇത് മൗണ്ടൻ വേവ്സ് എന്ന് പറയും. അതെ, മൗണ്ടൻ വേവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസൈനർ പേരിലാണ് നമ്മളിത് പറയുന്നത്. വൈറ്റ് ഫിനിഷ് ആണ്. വൈറ്റ് ഫിനിഷ് സാൻഡ് സ്റ്റോൺ അതായത് 25 to 50 mm തിക്നെസ്. 50 mm വരെ തിക്നെസ് ഇവിടെ വേവ്സിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേവ്സ് കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം? ഇത് ലൈം സ്റ്റോൺ ആണ്. ജയ്സാൽമറിൽ നമ്മൾ എൻഗ്രേവിംഗ് ചെയ്തെടുക്കുന്നതാണ്. ഇത് അതിന്റെ തന്നെ റോക്ക് ഫിനിഷ് ആണ്. നമുക്ക് ആ സൈസസിലെ റോക്ക് ഫിനിഷ് ഇത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പോളിഷ് ചെയ്തെടുത്തിട്ട് അവത്തിലാണ് നമ്മൾ ഈ ഗോൾഡൻ ഫിനിഷിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനോട് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? തൊട്ടടുത്ത് കാണുന്നത് മോഡൽ ഇത് മാർബിൾ തന്നെയാണ്. ഒറിജിനൽ മാർബിൾ CNC ചെയ്തെടുത്തിരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് വേറൊരു വെറൈറ്റി പിടിക്കണം എന്ന് വെച്ചാൽ ഡിസൈൻ നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമ്മൾ വേറൊരു ഐറ്റം കൂടി കാണിച്ചു തരാം. ഇത് ഒനിക്സ് ആണ്. ഒനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടോ, ഇത് ലൈറ്റ് ഇതിൽ നമുക്ക് പാസ് ചെയ്യും. ഇതിന്റെ നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. ഫ്ലോറും ചെയ്യാം, വാളും ചെയ്യാം. ഇതിന്റെ തന്നെ നമുക്ക് 20 mm തിക്നെസ് വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഗ്രാനൈറ്റിന് തന്നെ സെയിം ഹാർഡ്നെസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫ്ലോർ ചെയ്യാം. ഫ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെറിയൊരു ഏരിയ ഒക്കെ ഉള്ളെങ്കിൽ അകത്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സൈസ് നമുക്ക് 10x4 വരെ സൈസസ് അവൈലബിൾ ആണ്. അവൈലബിൾ ആവുന്നുണ്ട് അല്ലേ? ലൈറ്റ് വരുമ്പോൾ അതിന്റെ ഓക്കെ, പല രീതിയിൽ അതിന്റെ പല ഷെയ്ഡുകൾ ഇവിടെ കണ്ടു കേട്ടോ. നമുക്കിങ്ങനെ ലൈറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീൽ ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ 1x1 സൈസിൽ, 1x1 സൈസ്, ചെറിയ ടൈലിന്റെ സൈസിൽ. ഇതിന്റെ വലിയ സൈസ് കിട്ടും. നമുക്ക് 10x4 വരെ സൈസ് കിട്ടും. 10 അടി ഹൈറ്റും 4 അടി വിട്ടും. ഓപ്പൺ കിച്ചന്റെ ഭാഗത്ത് ഒരു ബാർ കൗണ്ടർ അല്ലെങ്കിൽ ഒരു കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഉണ്ടാവുന്ന സാധനം. സ്റ്റോൺ വെനീറുകൾ അല്ലേ? അതെ, ട്രാൻസ്ലൂസന്റ്, അതായത് ലൈറ്റ് പാസ് ചെയ്യുന്ന സ്റ്റോൺ വെനീർ ആണ്. പാസ് ചെയ്യുന്നതുണ്ട്, പാസ് ചെയ്യാത്തതുണ്ട്, ഒപ്പേക് ഷീറ്റും ഉണ്ട്. നമുക്ക് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 1 mm തിക്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് 4 mm തിക്നെസ്സിൽ വരെ കിട്ടും നമുക്ക്. ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് 1 mm തിക്നെസ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ കളർ വെറൈറ്റികൾ അവൈലബിൾ ആണ്. അതെ, പല കളേഴ്സും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. യെസ്, ഇതൊക്കെ ഏകദേശം സൈസ് വരുന്നത് സൈസ് 4x2 ഷീറ്റ്, അതായത് പിന്നെ 8x4 അവൈലബിൾ ആണ്. 8x4 അവൈലബിൾ ആണ്. സ്റ്റോൺ വെനീറിന്റെ തന്നെ ബാക്കിയുള്ള കളക്ഷൻസ് ഒപ്പേക് ഷീറ്റ് ആണ്. നമുക്ക് ലൈറ്റ് പാസ് ചെയ്യില്ല. ഇതും നമുക്ക് 180 rupees തുടങ്ങി അവൈലബിൾ ആണ്. റേറ്റ് കുറവാണ്. ഒപ്പേക് ഷീറ്റ് വരുമ്പോൾ റേറ്റ് കുറവാണ്. ലൈറ്റ് പാസ് ചെയ്യുന്നതിന് റേറ്റ് കൂടുതലായിരിക്കും. ഇതിന്റെ തന്നെ പല ഫിനിഷുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ തന്നെ നമ്മൾ സ്റ്റോൺ നമ്മൾ മുകളിൽ കണ്ടായിരുന്നു. ഈ സ്റ്റോൺ വെനീറിന്റെ സ്റ്റോൺ നമ്മൾ മുകളിലുണ്ട്. അതിന്റെ തന്നെ ശരിക്കും ഷീറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വർക്ക് എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമ്മുടെ വർക്ക് തീരും. 4-2 സൈസിലാണ് ഇവരൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 8-4 ഷീറ്റ് അവൈലബിൾ ആണ്. ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ സ്ലൈഡേഴ്സ് ഒത്തിരി ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. നോർമൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ എത്ര രൂപ മുതലാണ്? നോർമൽ നമുക്ക് 40 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്ക്വയർ ഫീറ്റിന് 40 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ്. ഓക്കെ, അത് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് പോകും. അതായത് പല സ്റ്റോൺസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ റേറ്റും കാര്യങ്ങളും. മാർബിൾ ഉണ്ട്, അതിനകത്ത് സാൻഡ് സ്റ്റോൺ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, സ്ലേറ്റ് സ്റ്റോൺ ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് കാറ്റഗറിന്നാണ് വരുന്നത്? ഏതൊക്കെ ടൈപ്പ് സ്റ്റോണുകളാണ് പൊതുവെ ക്ലാഡിംഗിൽ വരുന്നത്? ക്ലാഡിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട്, മാർബിൾ വരുന്നുണ്ട്, പിന്നെ സാൻഡ് സ്റ്റോൺ വരുന്നുണ്ട്, ലൈം സ്റ്റോൺ വരുന്നുണ്ട്. അങ്ങനെ പല സൈസ്. ഇത് മാർബിൾ ആണ്. ഈ വൈറ്റ് മാർബിൾ ആണ്. ഇത് വരുമ്പോൾ സാൻഡ് സ്റ്റോൺ ആണ്. ഇത് ഗ്രാനൈറ്റ് ആണ്. പിങ്ക് ഗ്രാനൈറ്റ്. ഇതൊക്കെ സാൻഡ് സ്റ്റോൺ അല്ലേ? സാൻഡ് സ്റ്റോൺ ആണ്. മുകളിൽ വരുമ്പോൾ ലൈം സ്റ്റോൺ ആണ്. അത് നമുക്ക് ചീപ്പ് റേറ്റിന് കൊടുക്കുന്ന മെറ്റീരിയൽ ആണ്. ഏറ്റവും വില കുറഞ്ഞിരിക്കുന്നത് ലൈം സ്റ്റോൺ. അങ്ങനെ തന്നെ ലൈം സ്റ്റോണിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അതായത് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് വരുന്നത് കൂടുതലും ആന്ധ്രയിൽ ബേസ് ചെയ്ത് വരുന്ന സ്റ്റോൺസ് ആണ്. അതെ, ഇതിന്റെ മുകളിൽ നമ്മൾ ക്ലിയർ കോട്ട് അടിക്കുന്നത്, അതായത് സ്റ്റോൺ സീലർ എന്ന് പറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ വെയിലും മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ സ്റ്റോണിൽ ഫംഗസ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട്. അപ്പൊ നമ്മളത് ഈ കോട്ടിങ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ഒരു 2 കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷം വരെ അത് നിൽക്കും മാക്സിമം. പിന്നെ നമ്മൾ പിന്നത്തെ പെയിന്റിംഗ് ടൈമിൽ അത് റീകോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ പഴയ തിളക്കവും ഫിനിഷും നമുക്ക് പിന്നെയും കിട്ടും. അതുപോലെ തന്നെ നിൽക്കും. നമുക്ക് ഇതിനൊരു സ്റ്റോണിന് ഒരിക്കലും ഒരു മങ്ങലും കാര്യങ്ങളും ഒന്നും വരില്ല. നമ്മുടെ ആ സീലർ ഒന്ന് ജസ്റ്റ് ഒന്ന് മങ്ങുന്നതാണ്. അല്ലാണ്ട് വേറെ നമ്മൾ സ്റ്റോണിന് യാതൊരു പ്രശ്നം വരില്ല. നാച്ചുറൽ സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ നിൽക്കും. കളക്ഷൻസ് തീരുന്നില്ല കേട്ടോ. 2 ഫ്ലോറിൽ പല സെഗ്മെന്റുകളായിട്ടാണ് വരുന്നത് അല്ലേ? അതെ. ഇതൊക്കെ ഏത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ചെറിയ സ്റ്റോൺസ് ആണ് നമ്മൾ വാൾ ക്ലാഡിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർബിളിൽ തന്നെ ഫ്ലെയിം ചെയ്തിട്ട് ഇത് നമുക്ക് സൈസ് മാക്സിമം സൈസ് വരുന്നത് 8-4 സൈസ് ആണ്. ഇതിപ്പോ നമ്മളിപ്പോൾ
ഇതിപ്പോ നമ്മൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന 8.2 സൈസാണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ മാർബിളിൽ തന്നെ ഫ്ലെയിം ചെയ്തിട്ട് പല ഒരു വെറൈറ്റി ആക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. ഒറ്റ മാർബിൾ ആണ്, ഒറ്റ മാർബിൾ. അതായത് 20 mm തിക്നെസ് ഉണ്ടാവും ഇതിന്, 20 mm തിക്നെസ്. ഇത് തന്നെ ഒരു മാഗ്നം ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ആണ്. ഇത് കോട്ടിസൈറ്റ് ആണ്. ഇത് അതായത് മാർബിളിന്റെ തന്നെ വേറൊരു വേർഷൻ ആണ് കോട്ടിസൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഗ്രൂവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഫ്ലൂട്ടഡ് ആ ഒരു ടൈപ്പിൽ വരുന്നു അല്ലേ, നല്ല വെറൈറ്റി ആയിട്ട് നമ്മളൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ച ആ ഒരു കോമ്പിനേഷനിൽ റിയൽ സ്റ്റോണിലേക്ക് വരുന്നു അല്ലേ. അതെ ആ ഒരു ഇത് മാർബിൾ തന്നെയാണ് കേട്ടോ. മാർബിളിൽ തന്നെ ചെറിയൊരു വേവ് ഡിസൈൻ ഒക്കെ കൊണ്ടുവന്നിട്ട് ഫ്ലെയിം ചെയ്ത് മാർബിൾ സ്റ്റോണുകൾ ആ ഫിനിഷിനകത്തേക്ക് വരുന്നു. ഇത് മാർബിൾ തന്നെ ചെറിയൊരു സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ഫീൽ അറിയുള്ളൂ, കുറച്ചൊരു റഫ് ഫീല് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് ഇത് നമുക്ക് വാളിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷോവാളായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ സോഫ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം, TV യൂണിറ്റ് വാൾ യൂസ് ചെയ്യാം, റിസപ്ഷൻ ഏരിയാസ്, റിസപ്ഷൻ ഏരിയാസിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ പല തരത്തിലുള്ളതാണെന്ന് തോന്നുന്നു. അതെ പല തരത്തില് പല വെറൈറ്റീസ് പല കളേഴ്സ് അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എക്സ്പെൻസീവ് പോർഷനിൽ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇത് കൂടുതലും നമ്മൾ ആർക്കിടെക്ചറിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഒറിജിനൽ പാറക്കല്ലേ, റോക്ക് പോലെ തന്നെ ആ ഒരു ഫീല് മാർബിളിൽ ആക്കി എടുക്കുന്നതാണ്. മരിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു ആ ഒരു ഇത് ഇതിലേക്ക് വരുമ്പോൾ ഇത് മാർബിൾ ഒറിജിനൽ മാർബിൾ. അതെ ഇതൊക്കെ ഇതൊന്ന് അലസ്ക ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ആണ്. നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കുറെ കൂടെ ഒരു ഗ്രൈൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അത് വരുന്നു അല്ലേ. അതെ ഇതൊക്കെ നാച്ചുറൽ സ്റ്റോൺസ് ആണ്. പക്ക നാച്ചുറൽ സ്റ്റോണില് ചെറിയ ഡിസൈൻ ചെയ്ത് അതെ നമ്മൾ ഗ്രൂവ് ചെയ്ത് എടുക്കുന്നതാണ്. ചെറിയ ഡിസൈൻസ് ഇത് നമ്മൾ വാളിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാൾ ഫിക്സ്ചേഴ്സ് ആയിട്ട് നമ്മൾ ഭിത്തിയിൽ അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന സാധനങ്ങളാണ് അല്ലേ. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഫ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഉള്ളിൽ ലൈറ്റ് ഒക്കെ LED ലൈറ്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിന്റെ ഡയമെൻഷൻസ് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഡയമെൻഷൻസ് നമുക്ക് ഇത് വരുമ്പോൾ ഒരു 2x2 സൈസിന്റെ ഒരു ഡയലാണ് വരുന്നത്. ഇതിപ്പോ നമ്മൾ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ 2 feet ആയിരിക്കും. അതെ 2 feet ഡയല് വരുന്നത്. കുറച്ചുകൂടി കുറവുണ്ട്. അത് കസ്റ്റമർ പറയുകയാണെങ്കിൽ ഏത് സൈസിൽ അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഒരു റോ ഫിനിഷ് ലുക്ക് വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വരുന്ന പാറ്റേണുകൾ അല്ലേ. അതെ നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ നമ്മൾ കോമ്പൗണ്ട് വാളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ പീസ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഗമ്മ ഇതിന്റെ അകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ പീസ് വരുന്നത്. അതായത് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമാണ്, അതായത് പണിക്കാർക്ക് പണി എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ ഒരു സൈസ് വരുമ്പോൾ 8 ഇഞ്ച് അതിന്റെ വിഡ്ത്ത് ഉണ്ടാവും, ഒരു 18 ഇഞ്ച് അതിന്റെ നീളം. അതുപോലത്തെ ഒരു പീസാണ്. ആ പീസ് കൊണ്ടുപോയി നമുക്കത് അപ്ലൈ ചെയ്താൽ നേരെ കൊണ്ടുപോയി അതെ ഒട്ടിച്ചാൽ മതി. ഇതിന്റെ ഗം ഇതിന്റെ കൂടെ വരുന്ന പറഞ്ഞു. ഗമ്മ് ഇതിന് നമുക്ക് അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗമ്മിൽ തന്നെ ചെയ്യേണ്ടി വരും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോലും ഒരു 6-7 കിലോ വെയിറ്റ് ഉണ്ടാവും. അതനുസരിച്ചുള്ള നമ്മൾ ഗമ്മിനകത്ത് കൊടുക്കേണ്ടി വരും. ടൈൽ അഡ്ഹസീവ് തന്നെയല്ലേ ഇതിന്? ടൈൽ അഡ്ഹസീവ് തന്നെയാണ്, പക്ഷെ എന്നാലും ഗ്രേഡ് കൂടിയ ഗമ്മ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം അത് തന്നെ അതുപോലെ തന്നെ വരുന്ന പാറ്റേൺസ് ആണ്. അതെ വാഷ് ബേസിൻസ് ഇവിടെ ഒത്തിരി മോഡൽസ് ഒത്തിരി ഉണ്ട്. അതായത് മാർബിളിലുണ്ട്, നമുക്ക് സാൻഡ് സ്റ്റോണിലുണ്ട്, ഇറ്റാലിയൻ മാർബിളുണ്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റിലുണ്ട്, പിന്നെ അതുപോലെ കോട്സ് അഗാട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊക്കെ പല വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അതായത് നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ടുള്ള വാഷ് ബേസിൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ഒരുപാട് മോഡൽസുകൾ വരുന്നുണ്ട്. ഗ്രാനൈറ്റിൽ ചെയ്തത്, മാർബിളിൽ മാത്രം കൊത്തിയെടുത്തത്, ഇറ്റാലിയൻ മാർബിളിൽ കൊത്തിയെടുത്തത്, ക്വാഡ്സിൽ ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതും നമുക്കൊരു അൺഈവൻ പോലെ ചെയ്തിരിക്കുന്നതാണ്. ഇത് അത് നമ്മൾ മുമ്പേ കണ്ടുവരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. അതെ നോർമൽ മൾട്ടി കളർ ആയിരിക്കും ഇതിനകത്ത്. എല്ലാം മിക്സപ്പ് ആയിട്ട് കളേഴ്സ് എല്ലാം മിക്സപ്പ് ആയിട്ട് തന്നെ വരും. ബുദ്ധയുടെ ആംബിയൻസ് കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ. സെയിലിന് വെച്ചിരിക്കുന്നല്ലേ? അതെ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന ബുദ്ധയാണ്. സ്റ്റോൺ ആണ് അല്ലേ. സ്റ്റോണിൽ ചെയ്തിരിക്കുന്നതാണ്. സിംഗിൾ ആയിട്ട് കംപ്ലീറ്റ് സ്റ്റോണേ ചെയ്ത് ഫുൾ സ്റ്റോണിൽ അതായത് കൊത്ത് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇതും സ്റ്റോൺ തന്നെയാണ്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് അതായത് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമർ ഏത് ഡിസൈൻ പറയുന്നോ ആ ഡിസൈൻ വെച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുഞ്ഞിതും അതിന്റെ വലുതും സൈസസ് നമുക്ക് പല സൈസസ് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ അത്ര ഉള്ള ഹൈറ്റ് ഉള്ള വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര സമയം എടുക്കും? നമുക്ക് ഒരു 30 to 45 days അതിനുള്ളിൽ നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വുഡ് അല്ലേ? അതെ ഒറിജിനൽ വുഡ് ആണ്. ഒറിജിനൽ വുഡിലാണ്
സ്റ്റീലിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ പക്ഷെ നമുക്കൊരു ഇന്റീരിയർ പർപ്പസ് മാത്രമേ പറ്റുള്ളൂ, എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ലേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിന്റെ ബാക്കിൽ ഹോൾ ഉണ്ട്. അതെ, ബോർഡാണ്. അപ്പൊ നമ്മൾ സ്ക്രൂവിലാണ് ഇത് നമ്മൾ പിടിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഗമ്മും കാര്യങ്ങളൊന്നും വേണ്ട. സ്ക്രൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാലും ഇവിടെ ഹോൾ ഉണ്ട്. അതേപോലെ ഇവിടെയും ഇവിടെ ഹോൾ ഉണ്ട്. 4 ഹോൾസ് ഉണ്ട്. ആ ഹോൾ നമുക്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഗമ്മിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ സംഭവം ഉള്ളത്. ഇതേപോലെയാണ് വരിക. അത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് 2x1 സൈസ് ആണ്. 2 നീളം ഉണ്ടാവും, 1 വീതി ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. അതിന്റെ തന്നെ ഡിഫറെന്റ് മോഡൽസ് ആണത്. സോളിഡ് വുഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് നമ്മൾ പോളിഷ് ചെയ്യണോ? പിന്നെ വേണ്ട, ഓൾറെഡി പോളിഷ്ഡ് ആയിരിക്കും ഇത് വരുന്നത്. ഒന്നും ചെയ്യണ്ട, നേരെ സ്ക്രൂ കഴിഞ്ഞു. അതെ അല്ലേ? ഏകദേശം എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് വരുമ്പോൾ നമുക്കൊരു 850 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് ആ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇത് ഓൾറെഡി പോളിഷ് ചെയ്ത് വരുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, നേരെ ഈ പൈസ മേടിച്ച് റെഡി ടു ഫിക്സ് ആണ്. അതായത് നമ്മൾ ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിലത്ത് വിരിച്ചിരിക്കുന്നത് ടൈലല്ല കേട്ടോ, ഇതും നാച്ചുറൽ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. സ്ലേറ്റ് സ്റ്റോൺ എന്നാണ് ഇതിന് പറയുക. നമ്മുടെ വീട്ടിൽ കോർട്ട്യാർഡ് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാറ്റിയോ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആ ഭാഗത്ത് ഇതേപോലത്തെ നാച്ചുറൽ ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോൺ യൂസ് ചെയ്യാം. ഈ സ്റ്റോൺ ഇവിടെ അവൈലബിൾ ആയിട്ട് ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പല കളറിലാട്ടോ ഇത് വരുന്നത്. കളർ കോമ്പിനേഷൻ ആയിട്ട് വിരിക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. ഒരു ഒറ്റ സിംഗിൾ കളർ മാത്രം വിരിക്കുമ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നത് പല കളറുകൾ വിരിച്ചിങ്ങനെ ഇവിടെ കാണുമ്പോൾ. ഐറ്റം ഇത് മാർബിൾ ആണ്. മാർബിളിൽ തന്നെ ഒറിജിനൽ മാർബിളിൽ തന്നെ എൻഗ്രേവിംഗ് ചെയ്തിട്ട് നമ്മൾ വരുന്ന ഇതൊരു 2x2 സൈസ് ആണ്. ഈ 2x2 ലീഫ് അതില് ഇത് സെപ്പറേറ്റ് പീസ് ആണ് കേട്ടോ. ഈ പീസ് സെപ്പറേറ്റ് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരേ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ആ ലീഫിന്റെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ടാവും, ഈ ഗ്രൂവിന്റെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ലീഫ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഗോൾഡൻ ലീഫ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ശരി. ഇതിങ്ങനെ കോമ്പിനേഷൻ ആയിട്ടാണോ വരുന്നത്? അപ്പൊ അല്ലല്ല, ഇത് വേറെ സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാം, മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാം. ശരി. അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ. ഇത് കണ്ടാൽ നമ്മൾ ശരിക്കും ഒരു മരമാണെന്ന് വിചാരിക്കും, പക്ഷെ മരമല്ല, ഇത് സാൻഡ് സ്റ്റോൺ തന്നെയാണ്. സാൻഡ് സ്റ്റോണിൽ തന്നെയാണ് ഇത് എൻഗ്രേവിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് 2x2 ആണ്. നമുക്ക് സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ശരി. ഇത് തൊട്ടിപ്പുറത്തേക്ക് നോക്കിയ കല്ലില്, ഇത് കല്ലല്ലേ? അതെ, കല്ല് തന്നെ. അതെ, അതില് CNC വർക്ക് ചെയ്തിട്ട് ബുദ്ധയുടെ ഒക്കെ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലെ? ഇതിന്റെ നമുക്ക് സൈസസ് പല സൈസസിൽ കിട്ടും. നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സൈസ് ഇത് 2x2 സൈസ് ആണ്. നമുക്ക് 6x4 സൈസ് വരെ നമുക്ക് ഇതിന്റെ അവൈലബിൾ ആണ്. 6x4 വലിയൊരു ആംബിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. 6x4 കൊടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് കൂടി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് സപ്പറൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സിന്. ഓക്കെ, നേരെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഇത്തരം സാധനങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് പാർട്ടായിരിക്കും. അതായത് ചെറിയ ഭാഗത്തേക്ക് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റും അത്രയും കൂടുതലായിരിക്കും. പിന്നെ ഒരു വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നമുക്കൊരു ഡ്യൂറേഷൻ വേണ്ടി വരും. നമുക്ക് ഒരു 30 to 45 ഡേയ്സ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഒരു എൻഗ്രേവിംഗ് ഒക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു ടൈം എടുക്കും. അതായത് ഇപ്പം ഒരാളുടെ വീട്ടിൽ ഒരു ബുദ്ധയുടെ അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പറിന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം നമുക്കത് ചെയ്തെടുക്കണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള സൈസും അതിന്റെ ഡ്രോയിങ്ങും ആണോ വേണ്ടത്? അതെ, ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എൻഗ്രേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ടൈം വേണ്ടി വരും. അതെ, കുറച്ച് ടൈം തന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ചെയ്യിക്കുന്നതാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ്? ഔട്ട്സൈഡ്, അതായത് നമ്മൾ രാജസ്ഥാനിൽ ചെയ്യിക്കുന്ന. അതെ, ഓക്കെ. ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ നോർമൽ നമ്മുടെ നമുക്ക് സാധാരണ കണ്ടുവരുന്ന അല്ലെ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ബീച്ച് സ്റ്റോണിൽ വരുന്ന സ്റ്റോണുകൾ. ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സ്റ്റോണുകൾ അല്ലെ. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നതെന്ന് പറയാമോ? ഇതൊക്കെ നമുക്ക് 100 രൂപ തുടങ്ങി, അതായത് മെഷിൽ വരുന്ന സ്റ്റോൺസ് 100 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ സ്റ്റോൺസ്. അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും അതിലും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ എന്താണ് പറയാ, നമ്മുടെ ഷോ വാളൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്ക് വാട്ടർഫോൾ ചെയ്യാം. വാട്ടർഫോൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറും നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് മാത്രമേ വലുതും ചെറുതും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന മോഡൽ ഉണ്ട് അല്ലേ? അങ്ങനത്തെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് വലുതും ചെറുതും എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്.
ഇത് പറഞ്ഞ പോലെ സാൻഡ് സ്റ്റോൺ അല്ലേ? സാൻഡ് സ്റ്റോൺ ആണ് അത്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്ട് ബ്ലാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു ഫിനിഷ് കണ്ടോ, ഈ ഒരു ഫിനിഷ് നമ്മൾ ഇതേപോലെ ഷോർട്ട് ബ്ലാസ്റ്റ്, അതായത് സാൻഡ് ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഫിനിഷ് ആണ്. ചെയ്തെടുക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു ലൈറ്റ് ടോണിലാണ് നിങ്ങൾ വീടിന്റെ എലവേഷൻ ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ നമുക്ക് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാം. നമ്മൾ അതനുസരിച്ച് ഒന്ന് മെയിൻ്റെനൻസ് ഒന്ന് ചെയ്താൽ മതി, വേറെ പ്രശ്നം ചെയ്താൽ മതി. നമ്മളിപ്പോ നിൽക്കുന്നത് എടപ്പള്ളിയാണ് അല്ലേ? എടപ്പള്ളി ബൈപ്പാസിൽ. നമ്മളിപ്പോ എടപ്പള്ളി ലുലുമാൾ എല്ലാവർക്കും അറിയായിരിക്കും. ലുലുമാൾ അറിയാം. ലുലുമാൾ കവർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആലപ്പുഴ പോകുന്ന റൂട്ട്, അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ ദേപുട്ടിന്റെയും അതായത് ഒബ്രോൾ മാളിന്റെയും ഒക്കെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. സർവീസ് റോഡ് ഉണ്ട്. ആ സർവീസ് റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൊക്കേഷൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ നൽകാം. പീസ്റ്റോൺ ഗാലറി എന്നാട്ടോ ഈ ഒരു ഷോപ്പിന്റെ പേര് വരുന്നത്. പതിയാറ ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡറി ആയിട്ട് നമ്മളും ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 15 വർഷത്തിന് മുകളിലായിട്ടോ ഈ പീസ്റ്റോൺ തന്നെ വരുന്നത്. ഇത് ശരിക്കും സ്റ്റോണിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. സ്റ്റോൺ മാത്രമുള്ള ഒരു ഷോറൂം. ഏകദേശം എത്ര സ്റ്റോണുകൾ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ? നമുക്ക് 300-ൽ കൂടുതൽ നമുക്ക് വെറൈറ്റി ഓഫ് സ്റ്റോൺസ്, അതായത് പല ഡിസൈൻസിൽ പല സ്റ്റോൺസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ ഈ കസ്റ്റമേഴ്സിന് ഈ സാധനം ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെലിവറി നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് നമ്മൾ മാക്സിമം ഡെലിവറി ചെയ്യാൻ നോക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഇപ്പോൾ ലോങ് റൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ റൂട്ട് നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ് എത്തിച്ചു കൊടുക്കും. നമ്മൾ ചിലപ്പോൾ ടൈൽ കൂടി ഉള്ള കാരണം കൊണ്ട് നമുക്ക് ടൈലൊക്കെ ലോങ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ സ്റ്റോണും നമുക്ക് ക്ലബ് ചെയ്ത് വിടാൻ പറ്റും. അതായത് നിങ്ങളുടെ ടൈലിൽ ഇങ്ങോട്ട് എത്ര ഏകദേശം നമുക്ക് മാക്സിമം ഒരു 15-17 കിലോമീറ്റർ ഡിഫറൻസ് ചെയ്യും. അതായത് ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈലിലെ കളക്ഷൻസും കാണാം, നേരെ ഇങ്ങോട്ട് സ്റ്റോൺസിന്റെ കളക്ഷൻസും കാണാൻ പറ്റും അല്ലെ? ആ വണ്ടിയിൽ തന്നെ നമുക്കത് ഡെലിവറി ചെയ്ത് കൊടുക്കാനും പറ്റും. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്ലാഡിങ്ങിൽ നിന്നും കുറച്ച് ഇത് നമുക്ക് ലൈം സ്റ്റോണിൽ തന്നെ വരുന്നതാണ്. ഇതിലേക്ക് ഫിനിഷ് കണ്ടോ, നമ്മൾ സ്കൂപ്പ് ഫിനിഷ് എന്ന് പറയുന്നത് നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കില്ലേ, അതേപോലത്തെ ഒരു ഫിനിഷ് ആണ് ഇത്. ഫിനിഷ് ലൈറ്റ് വരുമ്പോഴാണ് അതിന്റെ ഒരു പേസ്റ്റൽ കളർ ടോൺ ആണ്. അതെ, മൾട്ടി കളർ ആയിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു കളർ. ഇതൊക്കെ നമ്മൾ ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റോൺസ് നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലേ ചെയ്ത് വെക്കുക. താഴെ ഒന്ന് അതിന്റെ കളർ ടോൺ വെച്ചിട്ട് ഒന്ന് ഷഫിൾ ചെയ്ത് ഒട്ടിക്കുമ്പോഴായിരിക്കും ആ ഒരു ഭംഗി വരിക. സിംഗിൾ പീസ്. അതെ, ചെറിയ പീസസ്. ഒരു 2 ഇഞ്ച് വീതി ഉണ്ടാവും. ലെങ്ത് വരുമ്പോൾ അൺഈവൻ ആയിരിക്കും. പല ലെങ്ത് ഉണ്ടാവും. ചെറിയ ലെങ്ത്, വലിയ ലെങ്ത് എല്ലാം അൺഈവൻ ആയിരിക്കും. ആദ്യം നമ്മൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇത് ഗമ്മിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? ഇന്റീരിയറിൽ മഴ പെയ്യുന്ന ഫീൽ അല്ലെങ്കിൽ ഇന്റീരിയറിൽ വാട്ടർഫോൾ വരുന്ന ഫീൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ യൂസ് ചെയ്യുന്ന നാച്ചുറൽ സ്റ്റോൺ ആണ്. അതിന്റെ പല കളർ വെറൈറ്റികൾ ഇവിടെ ഉണ്ട് അല്ലേ? വാട്ടർഫോളിന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ഒന്ന് പറയും, ഈ കളറിന്റെ ഒക്കെ പേരെങ്ങനെയാ പറയേണ്ടതെന്ന് പറയാമോ? ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു കോപ്പർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. കോപ്പർ വാട്ടർഫോൾ എന്നൊക്കെ പറയും. പിന്നെ അതേപോലെ തന്നെ ഒരു ഓട്ടം ഒരു ബേജ് കളറാണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ്സ് വരുന്നത്. ഇതും ഏകദേശം ഒരു ചോക്ലേറ്റ് കളറിൽ വരുന്ന ഒരു വാട്ടർഫോൾ തന്നെയാണ്. റെഡ്നെസ് കുറച്ചുകൂടി കൂടുതലാണ്. ഇങ്ങോട്ടാണെങ്കിലോ ഇതെന്താ പറയാ, റസ്റ്റിക് ഫിനിഷിൽ വരുന്ന ഒരു വാട്ടർഫോൾ ആണ്. പലതും പല സൈസസ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ 6 ഇഞ്ച് വെറൈറ്റികളുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഞാൻ തന്നെ ഇവിടെയും വരുമ്പോൾ സെയിം സാധനങ്ങൾ വരുന്നുണ്ട്, ഒരു മിക്സഡ് കളേഴ്സ് ആയിട്ട്. നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് തന്നെ നേരത്തെ ഏകദേശം നിങ്ങൾക്ക് ഏത് ടോൺ ആണോ വേണ്ടത് അത് മനസ്സിലാക്കി വന്നിട്ട് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒത്തിരി സാധനങ്ങൾ വരുമ്പോഴേ ആളുകൾ കൺഫ്യൂഷൻ ആയി പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു കറക്റ്റ് വുഡ് ഫിനിഷ് തന്നെ അല്ലേ? ഇത് നമ്മൾ സാൻഡ് സ്റ്റോൺ തന്നെയാണ്. സാൻഡ് സ്റ്റോണിൽ തന്നെ നമ്മൾ എൻഗ്രേവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത്രമാത്രം വർക്കുകൾ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഇതിനകത്ത് നമുക്ക് പല സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ സൈസ് വരുമ്പോൾ 1x1 സൈസ് ആണ്. പിന്നെ 2x1 സൈസ് ഉണ്ട്, 2x2 സൈസ് ഉണ്ട്. അങ്ങനെ പല സൈസസിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇപ്പൊ കസ്റ്റമർ പറയുകയാണെങ്കിൽ അവർക്ക് ഒരു സൈസ് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈസ് മാത്രം കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഡെക്കറേറ്റീവ് പ്രൊഡക്ട്സ് ആട്ടോ. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സുകളാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മളിത് പരിചയപ്പെടുത്തുന്നില്ല. ഇത് അത്യാവശ്യം പൈസ വരുന്നുണ്ടെന്നു അല്ലേ? തീർച്ചയായും ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 3000 ആ റേഞ്ച് ഒക്കെ വരും. അപ്പോൾ നമ്മളൊരു ചെറിയ ഏരിയയിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഷോപ്പിന്റെ പേരെന്താ? പീസ്റ്റോൺ ഗാലറി. ഇതിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് എന്താണ് ഇത് സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമുക്ക് സ്റ്റോണും റെസിനും കൂടി മിക്സപ്പ് ആയിട്ട് വരുന്നതാണ്. മിക്സ് ചെയ്തിരിക്കുക. അതെ, മിക്സ് ചെയ്ത്. അതായത് ഇതിന്റെ ഫ്ലവർ പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെസിൻ ആണ്. ഇത് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് സ്റ്റോണിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ സ്റ്റോണും റെസിനും കൂടി മിക്സപ്പ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഷോവാളില്, കടട്ടിയാടില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലേ പ്രോഡക്ട്സ് അല്ലേ? നാച്ചുറൽ ക്ലേ കൊണ്ട് നാച്ചുറൽ ക്ലേ ആണ്. ഇതിപ്പോ നമ്മളിപ്പോ ചെയ്യുന്നത് ഇമ്പോർട്ടഡ് ക്ലേസ് ആണ്. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടഡ് ആണ് നമ്മൾ ക്ലേ ചെയ്യുന്നത്.
അപ്പോൾ ഇതിന്റെയും ഒക്കെ നമുക്ക് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്യാം. നമ്മൾ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യണം, ഇതിന്റെ പോളിഷ് ചെയ്യണം. ഇത് മസ്റ്റ് ആയിട്ട് പോളിഷ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ ഫംഗസ് ഒക്കെ പിടിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഉറുമ്പും കാര്യങ്ങളൊക്കെ. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ എപ്പോക്സി അല്ലെങ്കിൽ ഗം വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. റൈറ്റ്. നമ്മുടെ ജാളി ബ്രിക്സ് അല്ലേ? അതെ, ജാളി നമുക്ക് പല പാറ്റേൺസിൽ വരുന്നുണ്ട്. ഇത് ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന മോഡലാട്ടോ. ഇതിന്റെ തന്നെ അൺഫിനിഷ്ഡ് മോഡൽ ഉണ്ട്. ഇത് കുറെ കൂടെ ടോപ്പ് ഫിനിഷിലേക്ക് വരുന്നത് അല്ലേ, ഫസ്റ്റ് ഗ്രേഡിൽ എന്നൊക്കെ പറയാൻ പറ്റും. അതെ അതെ അതെ. ജാളിക്കൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് ശരിക്കും? ഇതൊക്കെ നമുക്കൊരു 120-125 പീസ് റേറ്റ് ആണ് ഒരു പീസിന് വരുന്നത് അല്ലേ. 45 കിട്ടുന്നത് ഒട്ടും ഫിനിഷ്ഡ് അല്ലാത്ത മോഡലാട്ടോ. അത് നമുക്ക് ഇന്റീരിയർ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഔട്ട് സൈഡ് നമ്മൾ കോമ്പൗണ്ട് വാളിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇന്റീരിയർ പീസിൽ ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന 120 റുപ്പീസ് പെർ പീസിന് അത് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഷോപ്പിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം അപ്പുറത്ത് പതിയാറ ബിൽഡ് വെയറിലൊക്കെ ആയിരിക്കും നിങ്ങളെ കാണാൻ സാധിക്കുക. അതെ അതെ. നമ്മുടെ മനോജേട്ടൻ ഉണ്ട്. മനോജേട്ടൻ മാനേജിംഗ് ഡയറക്ടറാണ്. നമസ്കാരം. മൈക്ക് ഒന്ന് കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. എന്തുണ്ട്, സുഖമാണോ വിശേഷങ്ങളൊക്കെ? സുഖം സുഖം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ പീ സ്റ്റോൺ ഗാലറിയെ കുറിച്ച് എന്താണ് നമ്മുടെ സ്ഥാപനത്തെ പറ്റി സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 300 above നമുക്ക് കളക്ഷൻസ് വരുന്നുണ്ട്. 300-ലധികം കളക്ഷൻസ് ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോണിൽ മാത്രം. സ്റ്റോണിൽ മാത്രം. അതുകൂടാതെ നിങ്ങൾ പറയുന്ന ഏത് സ്റ്റോൺസിൽ നമുക്ക് പല ഫിനിഷിലും നമുക്ക് ചെയ്തു കൊടുക്കാന്നുള്ള ചെയ്തു കൊടുക്കാൻ പറ്റും. നേരത്തെ വന്ന് പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം. പക്ഷെ അതിന് സമയം വേണം. തീർച്ചയായും. ഒന്നാമത് വെളിയിൽ നിന്ന് വരുന്ന സാധനമാണ്, ഇത് കൊണ്ടുവരാനുള്ള ഒരു സമയം വേണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ പുതിയ വീട് വെക്കുന്ന ആളുകളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോണുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആണ് നമ്മൾ അവരോട് പറയുന്നത്, നമ്മൾ ഷോറൂം വിസിറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെയുള്ള കളക്ഷൻസിനെ പറ്റിയുള്ളത്. തീർച്ചയായിട്ടും. ഓരോ സ്റ്റോൺസിന്റെ ഫിനിഷിനെ പറ്റിയുള്ള നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ പറ്റും, നമുക്ക് റിയൽ ആയിട്ട് കാണാനും പറ്റും. തീർച്ചയായും. നമ്മൾ വീഡിയോയിൽ, ഞാൻ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്, വീഡിയോയുടെ ക്യാമറയിൽ നിങ്ങൾ കാണുന്ന ഒരു 2D ഫ്രെയിമിലായിരിക്കും. പക്ഷെ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ 3D എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും. നമ്മൾ ക്യാമറയിൽ കാണുന്നതും റിയൽ ആയിട്ട് കാണുന്നതും തമ്മിൽ ഭയങ്കര എക്സ്റ്റേണലി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് കറക്റ്റ്. അപ്പോൾ എല്ലാവരോടും, ഈ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കര ആക്സസ് കിട്ടുന്ന ഒരു ഷോറൂമാണ്. ലുലു മാളിന്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 400-500 മീറ്റർ മാത്രമേ ഇങ്ങോട്ട്, വളരെ അടുത്താണ് നിൽക്കുന്നത്. അവിടെ വന്ന് കഴിഞ്ഞിട്ട് സ്റ്റോണിന് മാത്രമായിട്ടുള്ള ഒരു ഷോറൂമാണ്. ഇവരുടെ തന്നെ ടൈൽ സെക്ഷൻസ് തൊട്ടടുത്ത് തന്നെ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറത്ത് വരെ വരുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ നോക്കിയിട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കും. സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ അല്ല. അപ്പോൾ മൺഡേ മുതൽ ശനിയാഴ്ച വരെ, സാറ്റർഡേ വരെ രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ ഷോറൂം? നമുക്ക് 9:30 to 7 വരെ അവൈലബിൾ ആണ്. അതല്ല, നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ എല്ലാ ദിവസവും അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. എവറി ഡേ അവൈലബിൾ. ഇപ്പോൾ പുതിയ പാറ്റേണുകൾ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ആളുകൾക്ക് കൊടുക്കട്ടെ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ്, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നമ്പേഴ്സ്, വാട്സപ്പ് നമ്പർ, ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻസ്, ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവസരം തന്നതിന് വളരെയധികം നന്ദി. വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ